ഹേ ഗൈസ്, ഇന്ന് ഗെറ്റ് റെഡി ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഗെറ്റ് ഇൻ മൈ അനദർ കോളേജ് ഡേയ്സ്. കോളേജിൽ റിവിഷൻ പോർഷൻ തുടങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് നിർബന്ധമായിട്ട് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അവിടെ പോയതാണ്. അപ്പോൾ ഞങ്ങൾ ഒരു കുറേ നേരമൊക്കെ ഇരുന്ന് പിന്നെ ഒരു ചെറിയ തലവേദനയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ചായയൊക്കെ കുടിക്കാമെന്ന്. ചായ ഒന്നും കുടിക്കണ്ട, അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ ആളുകളാണ്. പിന്നെ ഓരോട് ഞാൻ പറഞ്ഞു തിന്ന കഴിൻ്റെയൊക്കെ എണ്ണം പൊടിച്ചോളിയും, കാരണം അതൊക്കെ ബില്ലടിച്ചിട്ട് വേണ്ടേ പോകാനെന്ന്. മെൽമേത്തെ ചായയും ഉഴുന്നുവടയൊന്നും എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്, ഒക്കെ ക്രിസ്പിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കാണിച്ചു കൂട്ടില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാവരും കാണിച്ചു കൂട്ടിട്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്രിയേറ്റ് യുവർ മെമ്മറീസ്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം ഞങ്ങളെ ബൈക്ക് പോകില്ലേ. കോഴ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ട്രെയിനിങ്ങിനൊക്കെ വേണ്ടി ഞങ്ങൾ ഡിഫറെൻറ്റ് സ്ഥലത്തേക്കൊക്കെ പോകും. അപ്പോൾ അതിന് വേണ്ടി കണ്ടു ഈ ഡയറിയിൽ ചവിട്ടാതെ കഴിച്ചിലാവുന്ന അർച്ചനയാണ് നിങ്ങൾ കാണുന്നത്. മിസ്സിൻ്റെ അടുത്ത് നിന്ന് വിഷസ് കിട്ടാൻ വേണ്ടി കാത്തിക്കാണ്. വിഷസിൻ്റെ കൂടുതൽ ഉപദേശമാണ് കിട്ടിയതുകൊണ്ട് ചെരുപ്പ് വരെ ഞെട്ടി പൊട്ടി ഗൈസ്. പിന്നെ ഞങ്ങൾ സെലിബ്രിറ്റീൻ്റെ വണ്ടിയിലേക്ക് കയറുള്ളൂ കേട്ടോ. കണ്ടോ, മമ്മൂട്ടിൻ്റെ ഒപ്പൊക്കെ ഞങ്ങൾ പോവുള്ളൂ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇടയ്ക്കര ഇറങ്ങാൻ പോവാണ്. പിന്നെ പിന്നെ എൻ്റെ ക്യാമറ കണ്ട എക്സ്പ്രഷൻ ഇട്ട് വാരി വിതറും. ഓളാണ് നമ്മളെ ചാനലിൻ്റെ ഐശ്വര്യം. അത് കണ്ടിട്ട് പിന്നെ എത്തിച്ചാടി ഇവൾ സുഖമില്ലാത്ത കുട്ടികളെ മാതിരിയൊക്കെ ഇടയ്ക്കിറങ്ങാണ്ടി കൂടെ പോണ്. അപ്പോൾ എന്താ വെച്ചാൽ ആരും കാണണ്ടല്ലോ എന്ന് പറഞ്ഞുകാണ്ടോള് പൊട്ടിയ ചെരുപ്പ് കൈ പിടിച്ചിക്കുക. അപ്പോൾ ആരും കാണൂലല്ലോ. എന്താ പോളെ ഇൽമില്ലേ. അങ്ങനെ പിന്നെ ഓള് എന്തൊരു സ്ലോ മോഷനിലും കുക്കി ചാടിയൊക്കെയാണ് ഓള് പോണത്. അങ്ങനെ കഴിഞ്ഞ ഒരു രഹന, ഇപ്പോൾ അർച്ചന, അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് കണ്ടന്റ് കിട്ടും. ഇതെന്താന്ന് പിന്നെ നമ്മൾ നോക്കിയതൊന്നുമില്ല. സൈഡിൽ കൂടെ എന്താ വെച്ചാൽ ആരും കാണാതെ പോകാന്നൊക്കെ പറഞ്ഞ് ചെരുപ്പ് കൈ പിടിച്ചിട്ട് പോയത് ഈ ആൾക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ആരും കാണൂലോരോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടുന്ന് ചാടി കയറിപ്പോയി. ഞങ്ങളൊരു ചെരുപ്പൊക്കെ വാങ്ങി എല്ലാവരും കൂടി പിരിവിട്ട് ഒരു ചെരുപ്പ് വാങ്ങി കൊടുത്തു നോക്ക്. അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക, ഞങ്ങളെ കൂടുതൽ ഒരാൾ ആരും കാണാതെ ചെരുപ്പ് കൈ പിടിച്ച് വരിക എന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ ഇപ്പോൾ എന്താ കാട്ടണല്ലേ. അങ്ങനെ ഒരു ചെരുപ്പൊക്കെ മേടിച്ചു. ചെരുപ്പൊക്കെ ഇട്ടോക്കി അവസാനം ഫൈനൽ ഒക്കെ ഒന്നും ഇഷ്ടമായിട്ടോ. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ ഉണ്ട്. ഹെയർ പുട്ടപ്പൊക്കെ ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇത് നമ്മൾ പഠിപ്പ് ലിസ്റ്റുകളാട്ടോ. പിന്നെ നമ്മളെ ജ്വൽസൊന്നും വലിയ ആഡംബരമൊന്നും പറ്റൂല. പിന്നെ ഇവക്ക് വേണ്ടത് കാതിലിട്ടാൽ കാണാത്തൊരു കമ്മലാണല്ലോ. അപ്പോൾ കമ്മലിടാതെന്നാ പോരെ. ഓരോ പെണ്ണിൻ്റെ ഓരോ മാഞ്ഞാളാണ് അപ്പോൾ അതൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പൂട്ടി ചാവി ഇതൊക്കെ മസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ എസെൻഷ്യലായിട്ടുള്ള ചില ഐറ്റംസുകൾ അതും മേടിച്ചു. ഇത് നമ്മൾ അറിയണ കാക്കിയാണ് കേട്ടോ. നമ്മളെ ഫാനാണ്, അപ്പോൾ അതിൽ ഉൾക്കൊള്ളിച്ചതാണ്. പിന്നെ ഇവൾ കാണാത്ത കമ്മൽ തിരഞ്ഞ് ഏത് കാര്യമൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് സിസ്റ്ററിൻ്റെ കുട്ടീനൊക്കെ കിട്ടി അവിടുന്ന് വൈക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ പിരിയാണ്. അപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്, നമുക്ക് ഡിജിറ്റൽ വാച്ചൊന്നും പറ്റൂല എന്ന്. അപ്പോഴാണ് ഒരു കാര്യം മറന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വാച്ചൊക്കെ മേടിക്കണേ. കാരണം ഇപ്പോൾ എല്ലാവരും ചെയിൻ വാച്ചൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ എക്സാമിന് ചെയിൻ വാച്ച് പറ്റൂല എന്ന്. അപ്പോൾ നമ്മൾ തൽക്കാലം യൂസിന് വേണ്ടിയിട്ടൊരു വാച്ചൊക്കെ മേടിച്ചിട്ടോ. അതിലേതാ ഞാൻ അടുത്തുനിന്ന് ഗസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ ഷോ. അടുത്ത ഇതിൽ കാണാം. അത്രേ ഉള്ളൂ. നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.